പ്രൈസ് ലോർഡ്. ക്രിസ്തീശുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ട ക്രിസ്തീയ വന്ദനം. പ്രിയപ്പെട്ടവരെ, നിർബന്ധിച്ച് ക്രൂശ് ചുമന്നവന്റെ കുടുംബത്തെ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് കാണുവാൻ കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇന്നത്തെ നമ്മുടെ പഠനത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന വ്യക്തി. നിർബന്ധിച്ചാണ് ക്രൂശ് ചുമന്നത്. ഒരിക്കലും യേശുവിനെ ക്രൂശ് ചുമക്കണമെന്നോ അല്ലെങ്കിൽ യേശുവിനെ കുറിച്ച് വ്യക്തമായി അറിഞ്ഞോ ഒരു വ്യക്തി ആയിരുന്നില്ല ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വ്യക്തി. പക്ഷെ ആ വ്യക്തി നിർബന്ധിച്ച് ക്രൂശ് ചുമന്നപ്പോൾ അവന്റെ തലമുറയെ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ മാറ്റുവാൻ ദൈവത്തിന് കഴിഞ്ഞു. സ്തോത്രം. ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് പോയാലോ ഈ തിരുവചന സന്ദേശത്തിലേക്ക്. ഈ സന്ദേശം ഇത് പഠനം മാത്രമല്ല, ക്രിസ്തുവിനെ വഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിശ്ചയമായും വ്യത്യാസമുണ്ടാകും. പലരും പറയാറുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളും ക്രിസ്തുമായുള്ള ബന്ധത്തിന് എന്തെങ്കിലും ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവമായ ബന്ധത്തിൽ നിങ്ങൾ അത്രമാത്രം ആഴമേറിയ ഒരു ജീവിതം ദൈവസനെ സമർപ്പിക്കപ്പെടാത്തത് കൊണ്ടാണ് ജീവിത വ്യത്യാസങ്ങൾ വരാത്തത്. അനേകം ഇപ്പം അപ്പോസ്തലനായ പൗലോസ് ഞാനല്ല എന്നിൽ ക്രിസ്തു അത്രേ എന്നെ ജീവിക്കുന്നു പറയുമ്പോൾ തന്നെ ആ ക്രിസ്തുവിന്റെ യഥാർത്ഥമായ ശക്തിയും യഥാർത്ഥമായ പ്രവൃത്തിയും അപ്പോസ്തലനായ പൗലോസ് ചെയ്ത് വെളിപ്പെട്ടു. 14 ലേഖനങ്ങൾ എഴുതുവാൻ അപ്പോസ്തലനായ പൗലോസിനെ കൊണ്ട് ദൈവം ഇടയാക്കി. ഈ തിരുവചനത്തിൽ ഏറ്റവും ശക്തനായ ശുശ്രൂഷകനാക്കി അപ്പോസ്തലനാക്കി ദൈവം മാറ്റി. എന്തുകൊണ്ട്? താൻ അറിഞ്ഞപ്പോൾ ക്രിസ്തുവിനെ നിന്നത് കൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ പഠനം നിങ്ങളുടെ ജീവിതത്തിൽ പഠിക്കുക മാത്രമല്ല, ഇതിന് പ്രധാനമായ ഒരു ഉദ്ദേശമുണ്ട്. ഈ വ്യക്തി ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞോ അല്ലെങ്കിൽ അല്ല വന്നത്, പക്ഷെ എന്നാൽ നിർബന്ധിച്ച് ക്രിസ്തുവിന്റെ ക്രൂശ് ചുമന്നപ്പോൾ അവന്റെ ജീവിതത്തിന് വ്യത്യാസങ്ങൾ വന്നെങ്കിൽ, ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളെ വീട്ടിൽ ആരെങ്കിലും നിർബന്ധിച്ചിട്ടുണ്ടാകാം പ്രാർത്ഥനയ്ക്ക് പോകാനൊക്കെ. പക്ഷെ ഇത് നിന്റെ നാശത്തിനല്ല കാരണമായി തീരും, നിന്റെ അനുഗ്രഹത്തിന് ഇത് കാരണമായി തീരും. ഹല്ലേലൂയ. വിശ്വസിച്ച് നീ ദൈവത്തിന്റെ മഹത്വം കാണും. അപ്പോൾ നമുക്ക് തിരുവചന പഠനത്തിലേക്ക് നമുക്ക് കടന്നു പോകാം. ഈ ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. നമുക്ക് കുറേനക്കാരനെ ശീമോനെ കുറിച്ച് പഠിക്കാം. ഉത്തര ആഫ്രിക്കയിലെ ബലിഷ്ഠമായ സ്ഥലമാണ് കുറേന. ഈന്തപ്പഴവും ആട്ടുരോമവും ധാന്യങ്ങൾ എന്നിവ കൊണ്ട് പ്രസിദ്ധമായ സ്ഥലം. ചിതറിപ്പാർക്കുന്ന യഹൂദന്മാരുടെ കൂട്ടത്തിൽ കുറേനിൽ വന്ന് പാർത്തുകൊണ്ട് ആ സ്ഥലത്തിന്റെ പേര് ഷിമോൻ, കുറേനക്കാരനായ ഷീമോൻ എന്നറിയപ്പെട്ടു. യഹൂദന്മാർ ധാരാളം കുടിയേറി പാർത്ത സ്ഥലവുമായിരുന്നു കുറേന. പെന്തക്കോസ്ത് നാളിൽ യെരൂശലേമിൽ വന്നു കൂടിയവരിൽ കുറേനക്കാര യഹൂദന്മാരുണ്ടായിരുന്നു. കുടിയേറി പാർത്തിരുന്ന യഹൂദന്മാരുടെ ജീവിതത്തിൽ വലിയ ആഗ്രഹമായിരുന്നു വർഷത്തിൽ ഒരിക്കൽ ആചരിക്കുന്ന പെസഹ പെരുന്നാളിൽ പങ്കെടുക്കണമെന്ന്, പെസഹ ഭക്ഷിക്കണമെന്നുള്ളത്. കടൽ വഴിയായും കര വഴിയായും ഏകദേശം 1500 മൈൽ യാത്ര ചെയ്ത് വേണം യെരൂശലേമിൽ എത്തുക. വയലിൽ നിന്ന് വരുന്ന കുറേനക്കാരനായ ശീമോൻ എന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പാലസ്തീനെ തനിക്കുണ്ടാകുന്ന വയലിൽ പോയ ശേഷം തിരികെ വരുന്ന വഴിക്കാണ് യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നത് താൻ കാണുന്നത്. റോമൻ പടയാളികൾക്കുണ്ടായിരുന്ന അധികാരം ഉപയോഗിച്ച് യേശുവിനെ ക്രൂശ് ശീമോനെ കൊണ്ട് ചുമക്കുവാൻ നിർബന്ധിച്ചു. റോമൻ പടയാളികൾക്ക് യാത്രാവേളയിൽ കണ്ടുമുട്ടുന്ന ആരെ കൊണ്ട് വേണമെങ്കിലും പടയാളികളുടെ ചുമട് ഒരു നാഴിക ദൂരം ചുമക്കുവാൻ അധികാരമുണ്ടായിരുന്നു. റോമൻ പടയാളി കണ്ടുമുട്ടുന്നവന്റെ തോളിൽ തന്റെ കുന്തത്തിന്റെ പരന്ന ഭാഗം കൊണ്ട് തട്ടിയാൽ അവനെ എതിർക്കാതെ ഒരു നാഴിക ദൂരം ചുമട് ചുമന്നുകൊണ്ട് എന്നത് റോമൻ നിയമമായിരുന്നു. പെരുന്നാൾ ആചരിക്കുമ്പോൾ വന്ന ശിമോൻ വളരെ പ്രതിസന്ധിയിലായി. കാരണം ക്രൂശ് ചുമന്ന തനിക്ക് പെസഹായ്ക്ക് ആചരിക്കാൻ സാധിക്കില്ല. ക്രൂശ് ചുമന്നില്ലെങ്കിൽ റോമൻ നിയമം ലംഘിച്ചതിന്റെ പേരിൽ ശിക്ഷാ നടപടികളുണ്ട്. അതുകൊണ്ട് മനസ്സില്ലാ മനസ്സോടെ താൻ ക്രൂശ് ചുമന്നു. ഇവിടെ വരെ നമുക്ക് ഏകദേശം ഒരു മനസ്സിലാവും. എന്നാൽ ഇതിനിടയ്ക്കത്തെ കാര്യം ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. യേശുവിന്റെ ക്രൂശ്, അപ്പം യേശുവിനെ ഈ ക്രൂശ് ചുമക്കുവാൻ തുടക്കം മുതൽ നടന്നുകൊണ്ട് വന്നിരുന്ന സമയത്താണ് എന്ത് ചെയ്യുക, ഈ ശീമോൻ ഇതിനിടയ്ക്ക് വരുന്നത്. ഈ ശീമോൻ ഇതിനിടയ്ക്ക് വരുമ്പോൾ യേശുവിന്റെ നമുക്ക് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായത്തിൽ വായിക്കുവാൻ കഴിയും. കർത്താവിന്റെ ശരീരം എന്ത് ചെയ്യുക, ഇവര് ചാട്ടവാട് കൊണ്ടൊക്കെ അടിച്ച്
ദൈവത്തിന്റെ ശരീരം വിരൂപമായിരിക്കുന്ന ഒരു അനുഭവത്തിലൂടെയാ ഈ ക്രൂശ് ചുമന്നോട് കർത്താവ് വരുന്നത്. കർത്താവ് ഈ ക്രൂശ് ചുമന്നുകൊണ്ട് വരുമ്പം ഈ ക്രൂശിന് എന്ത് ചെയ്യാ, രക്തമുണ്ട്. അല്ലേലിയ, ഈ യേശുവിന്റെ വസ്ത്രം മുഴുവൻ രക്തമാണ്. യേശുവിന്റെ ശരീരം മുഴുവൻ രക്തമാണ്. വിരൂപമായ മുഖം, ശരീരമെല്ലാം വിരൂപമായിരിക്കുന്ന അവസ്ഥ, രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ നടന്നു വരുന്ന വഴിയിലും ഈ രക്തമുണ്ട്. അപ്പൊ ഈ രക്തത്തിൽ ചവിട്ടിയാണ് ഓരോ വ്യക്തികളും എന്ത് ചെയ്യുക, ഈ ക്രൂശ് മുന്നിൽ കൊണ്ടുപോകും. പുറകെ ആൾക്കാർ നടന്നു വരുന്ന കർത്താവിന്റെ രക്തത്തിൽ ഈ ചോര ചുള്ളിൽ ചവിട്ടിയാണ് എന്താ വരുന്നത്. എന്നാൽ യേശുവിന്റെ ക്രൂശ് ചുമക്കുവാൻ ശിമോനെ ഈ റോമൻ പടയാളികൾ ഏൽപ്പിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഈ രക്തത്തെ ചവിട്ടിയാണ് എന്ത് ചെയ്യുക, ഈ യേശുവിനെ ഒരു ആശ്വാസം, യേശുവിനെ എന്ത് ചെയ്യുക, ഒരു ആശ്വാസമായി മാറി. തന്റെ ചുമലിൽ ക്രൂശ് ഒന്നൊരു ആശ്വാസനെ ശീമോന്റെ ചുമലിലേക്ക് എടുത്തു. വലിയ ഭാരം ഈ മനുഷ്യന് അനുഭവിക്കുവാനിടയായി. ഈ ക്രൂശ് ചുമക്കുമ്പോൾ ഈ രക്തത്തുള്ളികൾ ധാരധാരയെ നിലത്തൂടെ ഒഴുകി വീഴുമ്പോൾ ആ രക്തത്തെ ചവിട്ടിയാണ് എന്ത് ചെയ്യുക, മറ്റുള്ളവർ നടന്നു വരുന്നത്. പക്ഷെ ആ രക്തത്തിന്റെ അവകാശിയായി മാറിയത്, അല്ലെങ്കിൽ ആ രക്തത്തിന്റെ പൂർണ്ണമായി വിടുതൽ മാറിയത് ശിമയോന് മാത്രമാണ്. അനേക ആൾക്കാർ അതിലേക്കൂടെ നടന്നെങ്കിലും അവർക്ക് ആർക്കും ആ രക്തത്തിന്റെ ശക്തി കൊണ്ട് എന്ത് ചെയ്യാം, വിടുതൽ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ദൈവം കണ്ടവനാണ് ശിമോൻ ആയതുകൊണ്ടാണ് ആ സമയത്ത് അതിലേ വന്നത്. അതല്ല, നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ രക്തത്തുള്ളിൽ ചവിട്ടി ശിമയോൻ വരുമ്പോൾ, ഈ ക്രൂശ് തന്നെ ദേഹത്തേക്ക് എടുത്തു വെക്കുമ്പോൾ, ഈ ക്രൂശിലെ രക്തം എന്ത് ചെയ്തു, തന്റെ ശരീരത്തിലേക്ക് വരുവാൻ, തന്റെ വസ്ത്രത്തിലേക്ക് വരുവാൻ തുടങ്ങി. താൻ പിടിച്ച കൈകൾ ക്രൂശിലുള്ള രക്തം തന്റെ ശിരസിലേക്ക് ഒഴുകുവാൻ തുടങ്ങി. അല്ലെങ്കിൽ ഈ ശീമോൻ എന്ത് ചെയ്യുക, രക്തത്തിന്റെ കവറിങ്ങിലായി. നോക്കൂ, യേശുവിന്റെ രക്തം സകല പാവവും ശുദ്ധീകരിക്കും. ശീമോൻ അവിടെ ശുദ്ധീകരിക്കപ്പെടുകയായിരുന്നു ആ രക്തത്താൽ. അല്ലേലിയ, ആ തന്റെ ഉച്ച തൊട്ട് ഇളങ്കാലം വരെ രക്തത്തിന്റെ ശക്തി വെളിപ്പെട്ടു. അവന്റെ അകത്ത് വലിയ സമാധാനം, വലിയ വെളിച്ചം ഉണ്ടാകുവാനിടയായി. അതിനുശേഷം ഈ ശീമോൻ എന്ത് ചെയ്തു, ഇതിനെ പിന്നെയും നടന്ന് ഈ ക്രൂശ് ചുമന്നുകൊണ്ട് തന്റെ ജീവൻ, അല്ലെങ്കിൽ തന്റെ ജീവിതത്തിന്റെ ആ ചരിത്രം മാറുകയായിരുന്നു ക്രിസ്തുവിന്റെ ക്രൂശ് ചുമന്നപ്പോൾ. ഒരിക്കലും ശീമോൻ വിചാരിച്ചു കാണത്തില്ല ഇത് എന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറുകയാണെന്ന് ശീമോൻ വിചാരിച്ചില്ല. പക്ഷേ അവന്റെ ചരിത്രത്തെ ദൈവം തിരുത്തി എഴുതുവാനിടയായി. ഒരു നിർബന്ധിച്ച് ഒരു ക്രൂശ് ചുമന്നതിൽ അല്ലെങ്കിൽ ശീമോന്റെ ജീവിതത്തിൽ വ്യത്യാസമുണ്ടായി. അവന് വേണ്ടി അവന് ഒരുപക്ഷെ മനസ്സിലായി കാണും, അല്ലേലിയ ഇവൻ ക്രിസ്തുവാണെന്നെങ്കിൽ ഈ വെളിപ്പാട് ക്രൂശ് ചുമന്നവൻ പ്രാപിച്ചു കാണും. നമുക്ക് കാണുവാൻ കഴിയും. പിന്നെ അതിനകത്ത് കാണുവാൻ കുറേനക്കാനായ ശീമോൻ തലയോടെ ഇടയിൽ നമ്മളെ കൊളക്കരം വരെ എന്തിയെ ആ ക്രൂശ് ചുമന്നു. ക്രൂശം എടുത്തുകൊണ്ടുള്ള യാത്രയിൽ യഹൂദന്മാരുടെ രാജാവ് എന്നുള്ള കുറ്റസംഗതി ശീമോനെ ചിന്തിപ്പിച്ചു കൊണ്ടിരുന്നു. അകാരണമായ ക്രൂശിലേറ്റിയവരോട് പകയില്ലാത്ത യേശുവിന്റെ മനസ്സ്, ശീമോന്റെ മനസ്സ് യേശുവിലേക്ക് അടുക്കുകയാണ്. ക്രൂശിക്കുന്ന മൊഴികൾ നിറകണ്ണുകളോടെയായിരുന്നു താൻ സേവിച്ചത്. ആ ക്രൂശിനെ ചുവട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ തന്റെ കണ്ണ് നിറഞ്ഞിരിക്കാം. യഥാർത്ഥ പെസഹ കുഞ്ഞാറ് അറുക്കപ്പെടുന്ന കാഴ്ച തന്റെ ജീവിതത്തെ സ്പർശിച്ചിരിക്കാം. സാധാരണ മടങ്ങി വരേണ്ട സമയത്തും ശിമോനെ കാണാൻ വീട്ടിൽ അല്പം പരിഭ്രാന്തരായി കാണും. ക്ഷീണനായിട്ടും ആ സമയത്ത് വീട്ടിൽ വന്നു കയറിയ ശിമോൻ തന്റെ വീട്ടിലുള്ളവരോട് പറയുമ്പോൾ ആ വാർത്ത ഹല്ലേലൂയ ഉണ്ടായിരുന്നു. കഷ്ടം സഹിച്ച ദാസനായ മശിക ക്രൂശിക്കപ്പെട്ട സംഭവം ആകാംക്ഷയോടെ നിറകണ്ണുകളോടെ ആ കുടുംബം ഹല്ലേലൂയ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ കേട്ടിരുന്നു. അന്ന് രാത്രിയിൽ എന്ത് ചെയ്യാ, ആ കുടുംബം രക്ഷിക്കപ്പെടുകയായി. ക്രൂശിന്റെ ദർശനം അവരെ ഉലച്ചു കളഞ്ഞു. ക്രൂശമെന്ന അപ്പന്റെ മക്കൾ പിന്നത്തേതിൽ കാണുന്നത് അലക്സാണ്ടറും രൂപസും ദൈവവേലയ്ക്കായി സ്വയം സമർപ്പിച്ചു. ആദിമ സഭയിൽ കർത്താവിൽ പ്രസിദ്ധരായ വേലക്കാരായി തീർന്നു. റോമാലേഖനം 15:21 നാം വായിക്കുമ്പോൾ കുറേനക്കാനായ ശീമോന്റെ ഭാര്യയെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത് എനിക്കും അമ്മയായ രൂപസിന്റെ അമ്മ എന്നാണ്. രൂപസിന്റെ അമ്മ എന്റെ അമ്മയാണെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുവാനിടയെ അവരെ തന്റെ അമ്മയെ പോലെ കരുതും. ദൈവദാസന്മാരെ ശുശ്രൂഷിക്കുന്ന ആ നല്ല അമ്മ എത്ര അനുഗ്രഹിക്കപ്പെട്ട പദം നോക്കുക. നമുക്കറിയാമല്ലോ, നിർബന്ധിച്ചാണ് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ ക്രൂശ് ശിമോനെ കൊണ്ട് ചുമ. പക്ഷെ നിർബന്ധിച്ച് തന്നെ ചുമപ്പിച്ചെങ്കിലും ആ നിർബന്ധം ഹല്ലേലൂയ തന്റെ അനുഗ്രഹമായി മാറുകയാണെന്ന്
പിന്നത്തേതിന് മനസ്സിലാക്കുവാൻ കഴിയും. ക്രൂശെടുത്ത പിതാവ്, കർത്താവിൽ പ്രസിദ്ധരായ മക്കൾ, അല്ലേ? എത്ര അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാ പ്രിയപ്പെട്ടവരെ. നമുക്ക് കുറച്ചുകൂടെ കാണുവാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ നമ്മെ നീഗർ എന്ന് പേരുള്ള നീഗർ എന്ന് പറയുന്നത് ഈ കുറേനെ എന്ന് പറയുന്ന മറ്റൊരു സ്ഥലത്തെയാണ്. അതിനെ കുറിച്ച് പിന്നെയും നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഈ യേശുക്രിസ്തുവിനെ ക്രൂശ് വഹിച്ച ശേഷം, അതായത് സഭയുടെ സമയങ്ങളിൽ ഈ ശിമയോൻ സഭയ്ക്കകത്ത് ഉണ്ടായിരുന്നു എന്ന് തെളിവെന്ന് പറഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി നിങ്ങൾ 13-ാം അധ്യായം വായിക്കുമ്പോൾ അതിനകത്ത് കാണുവാൻ കഴിയുന്നുണ്ട്. അന്തോക്യയിലെ സഭയിൽ ബർന്നബാസ്, നീഗർ എന്നു പേരുള്ള ശിമോൻ, കുറേനക്കാരൻ ലൂക്കോസ്. അപ്പം കർത്താവിന്റെ മരണം സംഭവിച്ച ശേഷം ആ ശിമയോൻ എന്ത് ചെയ്തില്ല? തന്നെ യേശുവിനെ വിട്ടു. യേശുവിന്റെ കഷ്ടാനുഭവം മനസ്സിലാക്കിയ ശിമോൻ സ്വന്തം വഴിക്ക് പോയെന്നല്ല പറയുന്നത്, അവൻ സഭയ്ക്കകത്ത് വരുവാനിടയായി. പ്രിയപ്പെട്ടവരെ, അല്ലെങ്കിൽ ഒരു പക്ഷെ നിർബന്ധിച്ചായിരിക്കാം ആരെങ്കിലും നിങ്ങളെ പ്രാർത്ഥനയിൽ കൊണ്ടുവന്നത്, അല്ലെങ്കിൽ പലരും നിങ്ങൾ നിർബന്ധിക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിർബന്ധിച്ച് നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞാൽ, യേശുവിന്റെ ക്രൂശ് അല്ലെ നിന്നയുടെ ക്രൂശ്, ഈ സഹനത്തിന്റെ ക്രൂശ് നിങ്ങൾ ചുമന്നാൽ നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറുവാനിടയാകും. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പറയുന്നത്, ആമേൻ, ഹല്ലേലൂയ, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ആമേൻ, ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ, ഹല്ലേലൂയ, ഈ ക്രിസ്തുവിനെ അറിഞ്ഞത് അത് നിങ്ങൾക്ക് രക്ഷയായി മാറും. ഇന്നത്തെ തിരുവചനം അതിനോടൊപ്പം നമ്മൾ ബൈബിൾ പഠിച്ചു, ദൈവത്തെ അറിഞ്ഞാൽ, അല്ലെങ്കിൽ കർത്താവിനെ ചുമന്നാൽ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ദൈവനാമത്തിന് മഹത്വം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.